ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കിളിൻ്റെ ഒക്കെ ഷിഫ്റ്റേഴ്സ് വളരെയധികം ടൈറ്റ് ആയാൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് സ്മൂത്താക്കി എടുക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. പ്രത്യേകിച്ച് ടൂൾസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ആവശ്യമില്ല. വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ വെറും ഓയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഷിഫ്റ്റേഴ്സ് വളരെ സ്മൂത്താക്കിയിട്ട് മാറ്റാൻ കഴിയുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 2 ഷിഫ്റ്റേഴ്സും ഒന്നിൽ ഇടുക എന്നതാണ്. മുന്നിൽ ഏറ്റവും ചെറുതിലും ബാക്കിൽ ഏറ്റവും വലുതിലും വേണം നമ്മൾ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പുറകിലെത്തതിൻ്റെ ഷിഫ്റ്റർ, ഒന്നിൽ കിടക്കുന്ന ഷിഫ്റ്റർ നമ്മൾ 7ലേക്ക് ഇടുക. ചെയിനോ അല്ലെങ്കിൽ പെഡലോ ഒന്നും തന്നെ കറക്കാതെ വേണം നമ്മൾ ഈ ഒരു ഷിഫ്റ്റർ നമ്മൾ 7ലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ഷിഫ്റ്റർ 7ലാണ് കിടക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ ചെയിന് അല്ലെങ്കിൽ പെഡൽ കറക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സോ ഇങ്ങനെ തന്നെ നിങ്ങളും ചെയ്യുക. ഇനി നിങ്ങൾ പുറകിലെ ഗിയറിൻ്റെ ആ ഒരു കേബിൾ ഒന്ന് നോക്കിയാൽ അത് നല്ലപോലെ ലൂസായിരിക്കുന്നത് കാണാൻ കഴിയും. സോ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ആ ഒരു കേബിൾ നോക്കുകയാണെങ്കിൽ അത് നിറച്ച് പൊടിയും ഡേർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ആ ഒരു പൊടി മൊത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡേർട്ട് മൊത്തത്തിൽ നിങ്ങൾ തുടച്ചിട്ട് പോക്കുക. അത് വയറ് ജസ്റ്റ് മൂവ് ചെയ്യിച്ചും കൊണ്ട് തന്നെ തുടയ്ക്കുക. കാരണം വയറിൻ്റെ ഉള്ളിലും ഈ ഒരു പൊടി ഉണ്ടാവും. സോ നിങ്ങൾ ഒരു സ്ഥലത്ത് തുടച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തിട്ട് വീണ്ടും തുടയ്ക്കുക. നല്ലപോലെ തുടച്ചിട്ട് മൊത്തം പൊടിയും പോക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കേബിൾ നന്നായിട്ട് ഓയിൽ ചെയ്യുക. അതായത് ആ ഒരു കേബിളിൻ്റെ മുകളിലൂടെ നമ്മൾ നല്ലപോലെ ഓയിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗിയറിൻ്റെ ആ ഒരു ഏരിയയിലും നമ്മൾ ഓയിലിടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡിസ്ക് ബ്രേക്കിൻ്റെ സൈഡിലേക്ക് ഓയിൽ കണ്ടന്റ് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല. സോ ഈ ഒരു കമ്പി നമ്മൾ ഓയിലിട്ട ശേഷം, ആ ഒരു ഗിയർ കേബിൾ നമ്മൾ ഓയിലിട്ട ശേഷം ജസ്റ്റ് എക്സസ് വരുന്ന ഓയിൽ നമ്മൾ ഒരു കോട്ടൺ തുണി കൊണ്ട് തുടച്ച് കളയുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ എങ്ങനെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേബിൾ ഫിക്സ് ചെയ്യുക. ഇതേ സ്റ്റെപ്സ് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ഗിയറിൻ്റെ കേബിളും കൂടി ലൂസാക്കി അഥവാ സ്മൂത്താക്കി എടുക്കാൻ കഴിയുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക.